ബ്രെയിൻ വർക്കല്ല. എന്താണ് യോഗ? അല്ല അല്ല, നിങ്ങൾ എണീറ്റോളി എന്നിട്ട് പറയാ. ഞാൻ എണീറ്റ് കഴിഞ്ഞാൽ നടക്കാൻ പോവും. പറഞ്ഞൂട് സാറേ. ഞാൻ ജെഎൻ മെമ്മോറിയൽ കോളേജിൽ നിന്ന് BDSഉം ഹൗസ് സർജൻസി ഒക്കെ കഴിഞ്ഞ് എനിക്ക് ഇതുവരെ രജിസ്ട്രേഷൻ ആയിട്ടില്ല. നിങ്ങൾ അപേക്ഷ കൊടുത്തിരുന്നോ? കൊടുത്ത്. സർട്ടിഫിക്കറ്റുള്ള കൂടെ വെച്ചിട്ടില്ലേ? വച്ച്. ഫോട്ടോ വെച്ചില്ലേ? വച്ച്. ഈ മഫ്തായിട്ടുള്ള ഫോട്ടോ ആണോ നിങ്ങൾ അപേക്ഷയിൽ വെച്ചത്? അതെ. എന്നാൽ അത് ഊരി കളഞ്ഞേക്ക്. ഒരുമാതിരി മറ്റേ വർത്താനം പറയുന്നുണ്ട്. നിങ്ങൾ ഇവിടെ ഡെന്റൽ കൗൺസിൽ ഉദ്യോഗസ്ഥനൊക്കെ ആയിരിക്കും ഇമാതിരി വർത്താനം പെണ്ണുങ്ങളോട് പറയല്. ഞാൻ ഈ മഫ്ത ഊരി കളയണ കാര്യമില്ലേ പറഞ്ഞത്. ഈ മഫ്ത ഇട്ടിട്ട് ഫോട്ടോ ഒട്ടിച്ച് അതിനൊന്നും നമ്മൾ രജിസ്ട്രേഷൻ കൊടുക്കുന്നില്ല. ഇത് വലിയ കുലുമാലാണ് കേട്ടോ. അത് എന്ത് കുലുമാല്? ഈ പരീക്ഷ എഴുതാൻ ചെന്ന പെൺകുട്ടികളെ കാതിലും അറിഞ്ഞാണ് നിങ്ങൾ അയച്ചു. ശിരോവസ്ത്രം ധരിച്ച് പരീക്ഷ എഴുതാൻ കന്യാസ്ത്രീ നിങ്ങൾ പരീക്ഷ എഴുതേണ്ട പറഞ്ഞയച്ച്. ഇതൊന്നും പോരാഞ്ഞിട്ട് ഇപ്പോൾ പരീക്ഷ പാസ്സായി നമ്മളെ പെണ്ണുങ്ങൾക്ക് ഈ രജിസ്ട്രേഷൻ നമ്പർ കൊടുക്കണേ എന്താ നിങ്ങൾക്ക്? ഹലോ സാറേ. പറഞ്ഞൂടെ സാറേ, എന്റെ കൂടെ പഠിച്ചവർക്കും എന്റെ മുന്നേ പഠിച്ചവർക്കും ഒക്കെ രജിസ്ട്രേഷൻ കിട്ടി. എനിക്ക് മാത്രം കിട്ടിയിട്ടില്ല. നിങ്ങൾ ഈ വേഷത്തിലുള്ള ഫോട്ടോ ഒട്ടിച്ചു കഴിഞ്ഞാൽ അതിൽ ഞങ്ങൾ എവിടെ ഒപ്പിടും, എവിടെ സീല് വെക്കും? ഇനി ഒപ്പും സീലും വെച്ചാൽ തന്നെ ഇയാളാണെന്ന് എങ്ങനെ തിരിച്ചറിയും? അതിന് ഫോട്ടോ ഒട്ടിച്ച് ഓളാണല്ലോ, ഓൾക്ക് തിരിച്ചറിയാലോ. ഓളെ നിങ്ങൾക്ക് മലയാളം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഇയാൾക്ക് നിങ്ങൾക്കും തിരിച്ചറിഞ്ഞിട്ട് എന്താ കാര്യം? ഇത് നോക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് തിരിച്ചറിയണ്ടേ? അത് തിരിച്ചറിയാൻ പറ്റുമോ? പറ്റുമോന്ന്? ഇല്ല, പറ്റൂല. പിന്നെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ വെച്ച് മഫ്ത ഇട്ട് വേറെ ആരെങ്കിലും പല്ല് പറിച്ചു കൊടുത്ത് അത് പ്രശ്നമായാൽ കേസാവും. വഴി നീള വ്യാജന്മാരുള്ള നാടാണ് നമ്മുടേത്. ഇനിയിപ്പോ എന്താ ചെയ്യാ സാറേ? ഇനിയിപ്പോ ഒന്നും ചെയ്യാനില്ല. ആദ്യം ഇതെല്ലാം വലിച്ചു പറിച്ച് കളഞ്ഞിട്ട് കണ്ണും മൂക്കും ചെവിയൊക്കെ ഉള്ള ഒരു ഫോട്ടോ എടുക്ക്. എന്നിട്ട് അപേക്ഷയിൽ ഒട്ടിക്ക്. എന്നിട്ട് കൊടുക്ക്. അന്ന് ആപ്ലിക്കേഷന്റെ കാര്യം ചോദിക്കാൻ വന്നപ്പം 2 പുതിയ ഫോട്ടോ വേണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഈ മഫ്തന്റെ കാര്യം ഒന്നും പറഞ്ഞിട്ടില്ല. അല്ല, ഈ മഫ്തുള്ള ഫോട്ടോ നിങ്ങൾ ഒപ്പിടൂല, സീൽ വെക്കൂല, അന്നെന്തെങ്കിലും പറയാൻ ചെയ്യും. സാറേ സാറേ, എനിക്ക് ഹോസ്പിറ്റലിൽ തുടങ്ങാനുള്ളതാണ്. രജിസ്ട്രേഷൻ ഇല്ലെങ്കിൽ ഞാൻ എങ്ങനെ തുടങ്ങും? ഈ PSCയിൽ ഡെന്റിസ്റ്റിന്റെ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ഈ നമ്പർ കിട്ടാണ്ട് ഇവിടെ എങ്ങനെ അപേക്ഷിക്കുക? ഇതെന്തയ്യൊക്കെ അനക്കൂല്ലേ സാറേ? മയ്യത്തയ്യത് ഇത് ശവാസനമാണ്. ശവാസന കിടക്കുന്ന ആൾ കൂർക്കം വലിക്കോ? ന്യായമായിട്ട് ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴേ ഉത്തരം മുട്ടൂലേ, അപ്പൊ ചില ശവങ്ങൾ ഇങ്ങനെ കൂർക്കം വലിക്കും. ഇനിയിപ്പോ എന്ത് ചെയ്യൂക്ക? എന്താ ചെയ്യാ? ശവങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഇരിക്കുവാ.